അഭിപ്രായം തന്നെയാണ്. നമസ്കാരം, ഞാൻ മനാഫ്. സാധാരണ വിനോദ് മേക്കോത്താണ് ഇൻ്റർവ്യൂ ചെയ്യാറ്. ഇന്ന് നേരെ തിരിച്ചാണ്. വിഷയം അത്തരത്തിലുള്ളതായതുകൊണ്ട് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. വിനോദേട്ടാ, ഞാൻ ആലോചിക്കുന്നു, ഇന്ന് വിനോദേട്ടൻ്റെ കൂടെ ഞാൻ ഹോട്ടലിലേക്ക് വന്നു. വിനോദേട്ടൻ ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് നല്ലൊരു സദ്യയാണ് കഴിച്ചത് വിനോദേട്ടൻ. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുന്നു, പണ്ട് കാലങ്ങളിൽ മനസ്സിൽ വിചാരിച്ച സമയത്ത് ഒരു സദ്യ കഴിക്കാൻ പറ്റുമായിരുന്നു. അല്ല, പണ്ട് കാലം എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ തലമുറയുടെ അടുത്തേക്ക് വരുമ്പം സദ്യയോ അല്ലെങ്കിൽ കുറേ കൂടി മെച്ചപ്പെട്ട ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മുൻ തലമുറ, അപ്പോൾ എൻ്റെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ വരുന്ന തലമുറയുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ഭക്ഷണം അവർക്ക് അവരുടെ ഏറ്റവും ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള പീരിയഡിലൊക്കെ അങ്ങനെയുള്ള ഭക്ഷണം അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അത് എല്ലാവർക്കും ദാരിദ്ര്യമാണ് എന്നുള്ള രീതിയിലല്ല, ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ദാരിദ്ര്യമല്ല, യഥാർത്ഥത്തിൽ സാധ്യതകളില്ലാത്തൊരു കാലമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള അവസരങ്ങളും അവർക്കില്ലായിരുന്നു. അപ്പോൾ നല്ലൊരു ഭക്ഷണം കിട്ടണമെങ്കിൽ എവിടെ പോയി കിട്ടും? അവർ തന്നെ വെച്ചുണ്ടാക്കി കഴിക്കും. ആ വെച്ചുണ്ടാക്കി കഴിക്കണമെങ്കിൽ എന്ത് വേണം? പത്തായത്തിൽ നെല്ലുള്ള വീടുകളുണ്ടാവും. നമ്മളിപ്പോൾ സമ്പന്നരെന്ന് പറയുന്നത്, അക്കാലത്തെ സമ്പന്നരെന്ന് പറയുന്നത് പത്തായത്തിൽ നെല്ലുള്ള ഭദ്രമായി ഭക്ഷിക്കാനുള്ള സാധനം അവിടെ അവരുടെ കൈവശം ഉള്ളവരെയാണ് നമുക്ക് സമ്പന്നർ എന്ന് പറയാൻ കഴിയും. അല്ലാതെ അക്കാലത്ത് പണം പോലും അങ്ങനെ അധികം ആരുടെ കയ്യിലും ഉണ്ടായിരുന്നില്ല. പണം കൊണ്ട് ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ പണം കൊണ്ടുപോയിട്ട് എന്ത് വാങ്ങാനാണ്, എന്ത് ചെയ്യാനാണ്? ഒരു അങ്ങാടിയിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ പരിമിതമായ സാധനങ്ങളെ വാങ്ങാനുമുണ്ട്. കൂടുതൽ വസ്ത്രങ്ങൾ അന്നത്തെ ആളുകൾക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് പോകാനാണ് ഈ വസ്ത്രമൊക്കെ ധരിച്ചിട്ട്. വസ്ത്രം ഒന്നോ രണ്ടോ ജോഡി വസ്ത്രം ആളുകൾക്ക് ഉണ്ടെങ്കിലായി. മിക്കവാറും ആളുകൾ മുണ്ടോ തോർത്തുമുണ്ടോ കൊടുത്തിട്ടാണ്. ഇന്നത്തെ തരത്തിൽ ഭക്ഷണത്തിൽ ആർഭാടമില്ല, ഒന്നുമില്ല. അപ്പം ഓണത്തിനോ വിഷുവിനോ മറ്റടിയന്തരങ്ങൾക്കോ കല്യാണം പോലുള്ള സംഭവങ്ങൾക്കൊക്കെ ഇപ്പം നമ്മൾ സമ്പന്നരെന്ന് ഇപ്പോൾ പറയാൻ പറ്റുന്ന രീതിയിൽ പലപ്പോഴും അങ്ങനെ പറയാൻ പറ്റുന്ന കുടുംബങ്ങളിൽ പോലും കൊല്ലത്തിലൊരു 4-5 തവണ അല്ലെങ്കിൽ 5-8 തവണ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചെങ്കിലായി എന്നുള്ളതാണ് നില. ഈ പത്തായത്തിൽ നെല്ലുണ്ടെന്ന് പറഞ്ഞല്ലോ, അവരെന്ത് ചെയ്യും? വീട്ടിൽ സഹായിക്കാനൊക്കെ ആളുകളുണ്ടാവും, ആശ്രിതരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അന്ന് കുറച്ച് സമ്പന്നരാണെന്ന് കരുതുന്ന ആളുകൾക്കാണെങ്കിലും ഇവർ വരികയും ഈ നെല്ല് അളന്നു കൊടുത്തു കഴിഞ്ഞാൽ അത് പുഴുങ്ങി അത് കുത്തി മില്ല് പോലും ഒരുപക്ഷെ വളരെ അകലെയായിരിക്കും. ഇത് പിന്നീടാണല്ലോ ഈ നെല്ല് കുത്തുന്ന മില്ലുകളൊക്കെ വന്നത്. ഇവർ തന്നെ ഇത് കുത്തി, ഇത് ഉണക്കി, ഇത് ചേറി അതിൻ്റെ ബാക്കി പണികളൊക്കെ ചെയ്തിട്ട് വേണം ഇത് പിന്നെ ഭക്ഷണമായിട്ട് കഴിക്കാൻ എടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ അമ്മയൊക്കെ പറഞ്ഞ കാലത്തെ കഥകൾ കേട്ടിട്ടുള്ള അനുഭവത്തിന് പറയാം. അപ്പോൾ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഇന്ന് കാണുന്ന തരത്തിലുള്ള പച്ചക്കറികൾ എവിടെയാണ് പച്ചക്കറികൾ ഉള്ളത്? അവിടെ പിന്നെ പറമ്പിലും പാടത്തുമൊക്കെ ഉണ്ടായി വരുന്ന വൻതോതിൽ ആ രീതിയിൽ പച്ചക്കറി കൃഷിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 1985 ശേഷമാണ് എൻ്റെ നാട്ടിലെ ഒരു പച്ചക്കറി കടയിൽ ഞാൻ തക്കാളി കാണുന്നത്. അത് ശരി. അതിന് മുമ്പ് തക്കാളി ഇല്ല. ചേന ഉണ്ടാവും, വാഴക്കൊലി ഉണ്ടാവും, പിന്നെ കിഴങ്ങും ഉള്ളിയൊക്കെ അന്നും വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കാണുന്ന നമ്മൾ പല കളറിൽ ബഹുവർണ്ണ പോസ്റ്റർ പോലെയാണ് ഇന്നൊരു പച്ചക്കറി കടയിലേക്ക് ചെന്നാൽ ഏതൊക്കെ രാജ്യത്തെ പച്ചക്കറികൾ വേണം നമുക്ക് ലഭ്യമാണ്. അതുപോലെ ഒരു പഴക്കട എൻ്റെ അങ്ങാടി എന്ന് പറയുന്നത് പന്തീരങ്കാവ് അങ്ങാടിയാണ്. ഇന്ന് അവിടെ 500 അതിൽ കൂടുതലോ ഒക്കെ കടകളൊക്കെ ഉണ്ടെങ്കിലും അതിന് പിന്നെ ആനുപാതികമായിട്ടുള്ള പഴക്കടകളുണ്ട്, പച്ചക്കറി കടകളുണ്ട്. പഴക്കടയൊന്നും അന്നില്ല. ആകെ ഉള്ളത് നമ്മൾ നാട്ടിൽ അവിടെ ആ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള പടുവാഴ എന്നാണ് പറയുക.
ആ പടുവാഴ ഇന്നിപ്പം ഏതൊക്കെ വെറൈറ്റി പഴം ഈ നേന്ത്രപ്പഴം പലതരം, അതുപോലെ തന്നെ മറ്റ് ചെറുപഴങ്ങൾ പലതരം, എന്തെല്ലാം ഏതൊക്കെ നാട്ടിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ ഇന്ന് ലഭ്യമാണ്. ഈ സാധാരണക്കാരന് പോലും ലഭ്യമാണ്. സമ്പന്നൻ്റെ കാര്യം അപ്പുറത്ത് നിൽക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞ അക്കാലത്തെ സമ്പന്നർക്ക് പോലും ഇത്തരം ഒരു സാഹചര്യങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നത് അന്നവർ ഇങ്ങനെയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ സ്വർഗത്തിലായിരുന്നു എന്ന് കരുതുന്ന പോലുള്ള അവസ്ഥയാണ് ഇന്നത്തെ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക്. പ്രത്യേകിച്ചും നമുക്ക് ശേഷം നമ്മൾ തൊട്ട് താഴെയുള്ള തലമുറ എടുത്തു നോക്കുമ്പോൾ അവരൊക്കെ ഈ തരത്തിലുള്ള കാര്യങ്ങൾക്ക് അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. സമ്പന്നനും സമ്പത്ത് കുറഞ്ഞവനും ദരിദ്രനും അതിദരിദ്രനുമൊക്കെ ഉള്ള ആ തട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അവരുടെയൊക്കെ മുമ്പിൽ അവസരങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ ഈ പറയുന്ന ഉപയോഗിക്കാൻ കഴിയുന്ന സന്ദർഭങ്ങൾ ഇന്നിപ്പോൾ ഒരാഴ്ചയിൽ കോഴിയിറച്ചിയോ അല്ലെങ്കിൽ ബിരിയാണിയോ അല്ലെങ്കിൽ മറ്റുള്ള ഭക്ഷണങ്ങളോ കഴിക്കാത്ത ആരാണുള്ളത്? കാരണം ആ രീതിയിലുള്ള പരിപാടി ഇന്നത്തെ ദൈനംദിന ജീവിതത്തിൽ ഒരു നേരെങ്കിലും 3 നേരം ഭക്ഷണത്തിൽ 1 നേരം നോൺ വെജ് നിർബന്ധമുള്ള ആളുകൾ കഴിക്കുന്നവരുണ്ട് ബഹുഭൂരിപക്ഷം. മീൻ അന്ന് എൻ്റെ അമ്മ പറഞ്ഞ കഥ എന്ന് പറയുന്നത് മാങ്കാവ് അശോക് തിയേറ്ററാണ്. ഇപ്പം ആ തിയേറ്റർ ഇല്ല. അവിടെയാണ് സിനിമ. അന്നത്തെ എന്റർടൈൻമെന്റ് അത് ആ കാലത്ത് ആ സിനിമയ്ക്ക് പോകണമെങ്കിൽ മനാഫെ എന്ത് വേണം? വീട്ടിൽ പശുക്കളുണ്ടാവും. ഈ പറയുന്ന രീതിയിൽ നെല്ല് കുത്തിച്ച് പിന്നെ ഉണക്കി അത് പിന്നെ എന്താ പറയുക പുഴുങ്ങി ഉണക്കി അത് കുത്തി അത് ചേറി അതിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി വന്നിട്ട് വേണം കഴിക്കുക. അതുപോലെ തന്നെ മറ്റുള്ള പണികളൊക്കെ ഇതെല്ലാം കഴിച്ചിട്ട് വീട്ടിലുള്ളവർക്ക് ഒരു സിനിമ കാണാൻ പോകുകയെന്ന് പറഞ്ഞാൽ ഒരു മാസം മുമ്പത്തെ പ്ലാനിങ് ഒക്കെ വേണ്ടി വരും. എന്നിട്ട് പന്തീരങ്കാവിൽ നിന്ന് മാങ്കാവ് വരെ നടക്കാന്ന് പറഞ്ഞാൽ 5-6 കിലോമീറ്റർ. വാഹന സൗകര്യം ഇല്ല. അന്ന് അങ്ങോട്ട് ബസ്സില്ല, കുന്നത്തുപാലത്തിന് പാലം വന്നിട്ടില്ല. അപ്പോൾ ആളുകൾ നടന്നു പോവുകയാണ് ചെയ്യുക. കടത്തുണ്ടാവും, അത് കടന്ന് അല്ലെങ്കിൽ നടന്നു പോവുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അത്രയും 5-6 കിലോമീറ്റർ നടന്നു പോകണമെങ്കിൽ എപ്പോൾ നടക്കാൻ തുടങ്ങണം? രാവിലെ. അപ്പോൾ ഒരു ദിവസത്തെ പണി ഒരു സിനിമ കാണുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഒരു പക്ഷേ കൊല്ലത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 തവണയൊക്കെ ഒരു സിനിമ കാണാൻ പോകാൻ പറ്റിയാലായി. അതിന് അപൂർവം കുടുംബങ്ങൾക്ക്, അല്ലാത്തവർക്കൊന്നും അതിനും സാധ്യത ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് താരതമ്യേന പിന്നെ ചുരുക്കി പറഞ്ഞാൽ പത്തായത്തിലെങ്കിലും നെല്ലുള്ള കൂട്ടരുടെ കാര്യമാണെങ്കിൽ അതുപോലും ഇല്ലാത്ത വലിയ വിഭാഗം ആളുകൾ അന്നുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പിന്നെ ലക്ഷറി പോലും അന്ന് അതിൻ്റെ ലക്ഷറി എന്ന് വിളിക്കാമെങ്കിൽ ആ ലക്ഷറി പോലും അവർക്കില്ല, വലിയ വിഭാഗം ആളുകൾക്ക്. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ഇപ്പം ആ ഒരവസ്ഥയിലേക്ക് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ പോലും ഈ അതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് സൗകര്യങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ ഒരു തന്തവൈബ് എന്നൊക്കെ പറയാം. നമ്മൾ ഈ പറയുന്ന സമയത്ത് തന്തവൈബ് എന്ന് പറയും. തന്തവൈബിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഒരിക്കലും അങ്ങനെ ഒരു കാലത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ പോലും തോൽക്കുന്നില്ലല്ലോ. ജയിച്ച് പോവാണ്. അവരൊക്കെ ജയിച്ച് പോകുന്നവരാണ്. തോറ്റ് ശീലമില്ലാത്തവരാണ്. അല്ലെങ്കിൽ തോൽവികളോട് പ്രതിസന്ധികളോട് പൊരുതി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അനുഭവം അവർക്ക് മറ്റൊരു കാര്യം കിട്ടുന്നില്ല. അവരുടെ കുഴപ്പമല്ല. മറ്റൊരു കാര്യം, കാലാവസ്ഥയോടും പൊരുതേണ്ട ആവശ്യം ഇവിടെ കേരളത്തിൽ കുറവാണ്. നേരെ മറിച്ച് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലോ മറ്റുള്ളിടത്തൊക്കെ സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥ ഒരു പ്രധാന ഘടകമാണ്. വളരെ തണുത്ത പ്രദേശമാണെങ്കിൽ അങ്ങനെ, അല്ലെ ചൂടുള്ള പ്രദേശമാണെങ്കിൽ ഒരു കുട്ടിക്ക് ഇപ്പോഴത്തെ കൊട ചൂടി പോകാൻ കഴിയുന്ന എത്ര കുട്ടികളുണ്ടായിരുന്നു അന്ന്? ഒരു സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ കൊട ചൂടി പോകാൻ പറ്റുന്ന 100 കുട്ടികളിൽ 5 കുട്ടികൾക്ക് കൊട ചൂടി പോകാൻ പറ്റും. അന്ന് ഒരു നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെയൊക്കെ തലമുറയിൽ പഠിക്കുന്ന ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ചുറ്റിയിട്ടാണ് പുസ്തകങ്ങളൊക്കെ കൊണ്ടുപോവുക. ബാഗൊന്നുമില്ല. അതുപോലെ ബോക്സോ ബാഗോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും. അങ്ങനെ വരുന്ന ആ സ്കൂളിൽ തന്നെ 1-2 കുട്ടികളൊക്കെയാണ് ഉണ്ടാവുക. അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പഠിച്ച സ്കൂള് ഗൂഡല്ലൂർ സ്കൂളാണ്. അപ്പോൾ എൻ്റെ അന്ന് കൂടെ പഠിച്ച കുറേ പേരെ ഇന്നത്തെ കാലത്ത് സംഘടിപ്പിക്കാൻ എളുപ്പമുണ്ടല്ലോ, വാട്സപ്പിൽ കുറേ ആളുകളെ സംഘടിപ്പിക്കണം.
അപ്പോൾ അതിലൊരാളുടെ മകളുടെ മനസ്സമ്മതത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഈ സ്കൂളിൽ നിന്ന് ഏതാണ്ട് 14-15 കിലോമീറ്റർ അപ്പുറത്താണ് ആ വീട്. അവിടെ നിന്ന് അയാൾ ദിവസവും ആ പിന്നെ സ്കൂളിൽ വരികയും തിരിച്ച് സ്കൂളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ അയാൾ 10ാം ക്ലാസ് വരെ പഠിച്ചിരുന്നു. ഇന്നൊരു കുട്ടിയോട് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ കുട്ടി സ്കൂളിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് പറയുകയല്ലാതെ വേറെ രക്ഷയുണ്ടാവില്ല. നമ്മളിപ്പോൾ ഈ സംസാരത്തിൻ്റെ കാര്യം തന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, മുന്നേ ജീവിച്ച് പോയ ആളുകളൊക്കെ അന്ന് അനുഭവിച്ചത് ഈ തലമുറ അനുഭവിക്കുന്നില്ല. അതെ അതെ. ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം വിനോദേട്ടന് ഇന്ന് ഉച്ചയ്ക്ക് ഒരു സദ്യ കഴിക്കാൻ ആഗ്രഹിച്ചാൽ ഇന്ന് കിട്ടും. അതെ, അതായത് ഒരു 5 മിനിറ്റ് മുന്നാണ് ആഗ്രഹിച്ചത്. 5 മിനിറ്റ് കൊണ്ട് നമ്മളെന്തായി കോഴിക്കോട് ടൗണിൽ വൈകുന്നേരമായി. ഇന്നൊരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു, നമ്മൾ നേരെ വൈകി. എന്നാലും 4 മണിക്ക് വൈകുന്നേരം പോലും സദ്യ കിട്ടുന്ന കോഴിക്കോട് സ്ഥലങ്ങളുണ്ട്. അതെ അതെ അതെ. അതുപോലെ രാത്രി 2 മണിക്ക് ആയാലും നിങ്ങൾക്ക് ഫ്രഷ് ഭക്ഷണങ്ങൾ കിട്ടുന്ന സ്ഥലം. അത് വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും അത് നമ്മൾ കേരളീയ ഭക്ഷണം മാത്രമല്ല, ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ഭക്ഷണവും കിട്ടും. അതെ, ഞാൻ ഇന്നലെ രാത്രി കഴിച്ചത് മോമോസാ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, എന്താണ് ഇന്ന് എന്തും അവൈലബിൾ ആണ് നമ്മളെ മുന്നിൽ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്താവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശപ്പിൻ്റെ വിലയും ഈ പ്രയാസങ്ങളും ഈ പുതുതലമുറനെ അറിയിക്കാതാണ് വളർത്തുന്നത്. ഞാനടക്കം എൻ്റെ മക്കളെ ഒരു വിഷമം ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് വളർത്തുന്നത്. നേരെ മറിച്ച് ഞാൻ വളർന്ന രീതി വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. അത് പറയുമ്പോൾ അത്യാവശ്യം മോശമില്ലാത്ത ഒരു പണക്കാരൻ്റെ മകനായിട്ട് പോലും ഞാൻ വളർന്നത് ഒരുപാട് കണ്ണീര് കുടിച്ചിട്ടാണ് വളർന്നത്. ഇത്രയും പ്രയാസപ്പെട്ടിട്ടാണ് വളർന്നത്. അതുകൊണ്ടായിരിക്കാം ഞാൻ വേറൊരാളെ പ്രയാസം വേഗം മനസ്സിലാക്കാൻ കഴിയുന്നു. അതെ അതെ അതെ. ഇന്നത്തെ കുട്ടികൾക്ക് ഞാൻ വീണ്ടും പറയാം, അവരുടെ കുറ്റമല്ല, പക്ഷെ അവർക്ക് മറ്റുള്ളവരുടെ പ്രയാസമോ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം അവർക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഈ രീതിയിലുള്ള വ്യാപനം, മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെയുള്ള സംഭവങ്ങളുടെ വ്യാപനത്തിനെ കുറിച്ചാണല്ലോ ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ നല്ല ഭക്ഷണം കിട്ടുന്നു, നല്ല സൗകര്യങ്ങൾ കിട്ടുന്നു, നല്ല ബാഗും നല്ല കുടയും നല്ല യൂണിഫോമും മറ്റ് സൗകര്യങ്ങളും, വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ സ്കൂളിലേക്ക് എത്താനുള്ള വാഹനം, തിരിച്ച് വീട്ടിലെത്താനുള്ള വാഹനം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പിന്നെ സൗകര്യങ്ങളിലൂടെയാണ് കുട്ടി വളർന്നു വരുന്നത്. എന്താവശ്യപ്പെട്ടാലും വാങ്ങിക്കൊടുക്കുന്ന രക്ഷിതാക്കൾ ഒന്നും അവൻ്റെ മുമ്പിൽ പിന്നെ ആഗ്രഹമായിട്ട് അവശേഷിക്കുന്നില്ല. അവൻ എന്താഗ്രഹിക്കുന്നു അത് കിട്ടുന്നു. ഇപ്പോൾ നേരത്തെ മനാഫ് പറഞ്ഞ പോലെ ഇപ്പോൾ 10 മിനിറ്റ് മുമ്പ് എനിക്ക് ഒരു സദ്യ കഴിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സദ്യ കഴിക്കാനുള്ള സാധനം അവൈലബിൾ ആണ്. അതിന് കൊടുക്കാനുള്ള പണം മാത്രം എൻ്റെ കയ്യിൽ വേണ്ടു. അത് സാധ്യമാണ് ഇന്ന്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സാധ്യതകളും ഈ അച്ഛനും അമ്മയും എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഈ കുട്ടിക്ക് കൊടുത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ എന്താഗ്രഹിച്ചാലും അത് കിട്ടും എന്നുള്ള നിലയിലേക്ക് പോവുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വില കൂടിയ മൊബൈൽ എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എനർജിയുടെ കാലമാണല്ലോ. ആ എനർജി എങ്ങനെ വിനിയോഗിക്കും, എന്ത് ചെയ്യും? മിക്കവാറും കുട്ടികൾക്ക് ഇപ്പം മനാഫ് നേരത്തെ സൂചിപ്പിച്ച പോലെ അന്ന് ഒരു 100 പേരിൽ 1-2 ആളുകൾക്കാണ് കണ്ണടയുള്ളതെങ്കിൽ, ഇന്നിപ്പോൾ ഞാൻ കണ്ണട വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ആ പ്രായമായതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കണ്ണടയുടെ ആവശ്യമില്ല. ഇന്ന് നമ്മളൊരു സ്കൂളിലേക്ക് ചെന്നാൽ പിന്നെ ഇന്ന് ആ രീതിയിൽ കണ്ണിന് വലിയ സ്ട്രെയിൻ കൊടുക്കുന്ന രീതിയിലുള്ള മൊബൈലിൻ്റെ ഉപയോഗമോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെയോ മറ്റു ഉപയോഗമോ ഒക്കെ ആയിട്ട് 50% കുട്ടികൾക്ക് കണ്ണട വെക്കേണ്ട സ്ഥിതിയിലാണ് ഉള്ളത്. എനിക്കിന്ന് ഏതെങ്കിലും ഒരു കുട്ടി, നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും, ചിലപ്പോൾ ഷർട്ട് അഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ വാരിയല്ലുകൾ എണ്ണിയെടുക്കാവുന്ന തരത്തിലുള്ള കുട്ടികളെ കണ്ട് ഓർമ്മ എനിക്കുണ്ട്. എൻ്റെ സുഹൃത്തുക്കളിൽ എനിക്കും അങ്ങനെയായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു കുട്ടിയെ നമുക്ക് എവിടെ പോയി നോക്കിയാലും കാണാൻ കഴിയില്ല എന്നുള്ളത്. എത്ര ദരിദ്രൻ്റെ വീട്ടിലാണെങ്കിലും, ദരിദ്രനെന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ആളുകളുടെ വീട്ടിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു അവസ്ഥയില്ല. ഭക്ഷണം കഴിക്കുന്നതിന് ഒരു പക്ഷേ പുറത്ത് പറയാൻ പ്രയാസമുള്ളവരുണ്ടാവും, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാത്തവരുണ്ടാവും. പുറത്ത് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ദുരഭിമാനം നമ്മളുടെ ഇടയിൽ വളർന്നു വന്നിട്ടുണ്ട്. ചിലപ്പം പിന്നെ എന്താ പറയുക, പുറത്ത് കാണിക്കാൻ പറ്റാത്ത ദാരിദ്ര്യം അവർ അനുഭവിക്കുന്നുണ്ടെങ്കിലും പക്ഷെ പുറത്ത് കാണിക്കുന്നതെല്ലാം കുറേ കൂടി മെച്ചപ്പെട്ട ഒരു സാഹചര്യം എന്നുള്ള നിലയിലേക്ക് വരുന്നു. അപ്പോൾ ആർക്കാണ് യഥാർത്ഥത്തിൽ
ഒരു നേരം ഭക്ഷണം കഴിക്കാത്തതെന്ന് പോലും ഇന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ളവൻ്റെ പ്രയാസം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഒരു തലമുറയെ തന്നെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഞാൻ വെള്ളിയാഴ്ച പള്ളിയിൽ പോയപ്പോൾ ഉച്ചക്ക് തൊട്ടടുത്തൊരു വലിയൊരു സ്കൂളാണ്. ആ സ്കൂളിലുള്ള കുട്ടികളും ബഹുഭൂരിപക്ഷം മുസ്ലിംസ് കുട്ടികളും ഈ ഒരു പള്ളിയിലാണ് നിസ്കരിക്കാൻ വന്നത്. എല്ലാവരുടെ ശരീരവും ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒക്കെ ഓവർ വെയ്റ്റാണ് കുട്ടികൾ. പ്ലസ് ഈ കണ്ണട എല്ലാവരുടെ മുഖത്തും ഉണ്ട്, അധികം ആളുകളുടെ മുഖത്തും. ഞാൻ പള്ളിയിലെത്തി ഇനി തൊട്ടടുത്തിരുന്നപ്പോൾ ഞാൻ ഒരു കുട്ടീനോട് ചോദിച്ചു, ഒരു കൊല്ലം നിങ്ങളെ സ്കൂളിൽ പഠിക്കാൻ എത്ര റുപ്യ വേണം? അപ്പോൾ പറയാണ് 1.5 ലക്ഷം to 2 ലക്ഷം റുപ്യൻ്റെ അടുത്ത് വരെ ഒരു കൊല്ലം പഠിക്കാൻ വേണം എന്നാണ്. അപ്പോൾ പാരൻസ് അകമഴിഞ്ഞിട്ട് എന്താക്കുകയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്താണ് പഠനത്തിനായാലും ഇതൊരു മത്സര ലോകത്തായിപ്പോയി കുട്ടികൾ. അല്ല, അങ്ങനെ പഠനം നടത്തുമ്പോഴേ ഇപ്പോൾ ഓവർ വെയ്റ്റ് വരുന്നു, ഈ പറയുന്ന തരത്തിലുള്ള കണ്ണിന് പ്രയാസങ്ങളുള്ള കണ്ണട വെക്കേണ്ടി വരും. ഇങ്ങനെയൊരു കുട്ടികൾ നമ്മൾ ബ്രോയിലർ കുഞ്ഞുങ്ങളെ വിരിയിക്കുക എന്നൊക്കെ പലരും കളിയാക്കും. അതുപോലെ പിന്നെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പല തരത്തിലുള്ള ഫീഡിങ് ആ കുട്ടിക്ക് കിട്ടുന്നത് കൊണ്ടാണ് അങ്ങനെ ആ രീതിയിലേക്കൊക്കെ വരുന്നത്. ഈ കുട്ടികൾ യഥാർത്ഥ ജീവിതത്തിലെ മത്സരത്തിൽ മത്സരിക്കാൻ പ്രാപ്തരായിരിക്കുമോ? സാധാരണഗതിയിൽ അങ്ങനെ വരാൻ വഴിയില്ല. കാരണം തോറ്റിട്ടാണ് നമ്മുടെ ഉള്ളുറക്കുന്നത്. തോൽവി വരാതിരിക്കാനുള്ള പോരാട്ടമാണ്. പിന്നെ ഒരു തോൽവി വന്നാൽ അതിനെ അതിജീവിക്കാനുള്ള പോരാട്ടമാണ്. പിന്നെ യഥാർത്ഥത്തിൽ വിജയം എന്ന് പറയുന്നത് വല്ലപ്പോഴും വരുന്ന ഒരു സംഭവമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുള്ള സ്ഥായി ഭാവമായിട്ട് പല കവികളും പറഞ്ഞിട്ടുള്ളത് മനുഷ്യൻ്റെ സ്ഥായി ഭാവം എന്ന് പറയുന്നത് ദുഃഖമാണ്. അത് ഏത് സമ്പന്നനും ഏത് ദരിദ്രനും ദുഃഖത്തിൻ്റെ ആവൃത്തിക്ക് വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രം. ദുഃഖത്തിൻ്റെ ഒരു സർക്കിൾ ഉണ്ടല്ലോ, അതിന് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ദുഃഖമാണ് മനുഷ്യൻ്റെ സ്ഥായി ഭാവം. അതിൽ സന്തോഷം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് അപൂർവമായി വരുന്ന ഒരു സംഗതിയാണ്. ആ സന്തോഷം തേടിയാണ് എല്ലാവരും സഞ്ചരിക്കുന്നതെങ്കിൽ അതിലൂടെയാണോ ഈ MDMA-യിലേക്കും എത്തുന്നത്, കഞ്ചാവിലേക്കും പുതിയ സന്തോഷങ്ങൾ, പുതിയ ഉത്സാഹം. അതെ, ചില ഡ്രഗ്സ് ഒക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ടൈം ഒരു സന്തോഷ മൂഡായിരിക്കും, ഒരു ഹാപ്പി മൂഡായിരിക്കും. അങ്ങനെ ഡ്രഗ്സ് തന്നെ പല ടൈപ്പ് മൂഡുകൾ ഉള്ള ഡ്രഗ്സുകളുണ്ട്. പാർട്ടി മൂഡ് കഞ്ചാവിലുണ്ട്. അങ്ങനെ പല ടൈപ്പ് കഞ്ചാവ് അത് അടിച്ചു കഴിഞ്ഞാൽ ഓരോ മൂഡാണ്. ആ മൂഡ് ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോയ സമയത്ത് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കഞ്ചാവ്, ഓപ്പണായിട്ട് വിൽക്കാൻ പറ്റും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ കഞ്ചാവ് അടിച്ചാൽ ഈ മൂടാ, ഈ കഞ്ചാവ് അടിച്ചാൽ ഇന്ന മൂടാണ്. അങ്ങനെ എഴുതി വെച്ചിട്ട് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ആവശ്യമുള്ളത് അപ്പോൾ ഏത് മൂടാണോ താല്പര്യമുള്ള ആ മൂഡ് അതിൽ കിട്ടുമായിരിക്കും, എന്താ അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സന്തോഷം ഒരു സ്ഥായി ഭാവം അല്ലാത്ത സ്ഥിതിക്ക് സ്ഥായി ഭാവമാക്കാൻ വേണ്ടിയിട്ട് കൃത്രിമമായിട്ട് സൃഷ്ടിക്കുകയാണ്. സ്വാഭാവികമായി അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ലഭ്യമല്ല. അപ്പോൾ കൃത്രിമമായിട്ട് ഇത്തരം സംഗതികൾ ഉപയോഗിച്ചുകൊണ്ട്, പിന്നെ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് എനർജിയുടെ കാലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ എനർജി ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കണ്ടേ. ആ ഉപയോഗിക്കുന്നതിന് ഈ പറയുന്ന രീതിയിലുള്ള അവസരങ്ങൾ അവർ തന്നെ ഉണ്ടാക്കുകയും അതിന് പിന്നെ എന്താ പറയുക, ഉത്സാഹം സൃഷ്ടിക്കാൻ, സന്തോഷം ഉണ്ടാക്കാൻ ഉള്ള തരത്തിലുള്ള ഉപാധി എന്താണെന്ന് അന്വേഷിക്കുക, അതിന് ഈ തരത്തിലുള്ള സംഗതികൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. അത് സുലഭമായി കിട്ടുന്നു എന്നുള്ളതാണ്. ഏത് സ്കൂളിൻ്റെ മുമ്പിൽ പോയാലും ഇതിന് കൊടുക്കാനുള്ള ആളുകൾ അവിടെ ഉണ്ട്, അതിൻ്റെ കരിയേഴ്സ് ഉണ്ട്, അവർക്ക് അത് എത്തിച്ചു കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അത് ഏത് സംഭവത്തിൽ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നിപ്പം MDMA എന്ന് പറയുന്നത് വ്യാപകമായി എല്ലായിടത്തും ലഭ്യമായിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് കാണുന്നത്. ഞാൻ കുറച്ച് എന്താണ് അഡ്വാൻറ്റേജ്? ഇപ്പം മദ്യപിച്ചിട്ടുണ്ട്, അതിൻ്റെ മണം ഉണ്ടാവും, അത് ആ രീതിയിൽ അതിൻ്റെ മുഖവും ഒക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവും, എന്തോ മദ്യപിച്ചിട്ടുണ്ട്, സ്മെല്ലുണ്ടാവും, അങ്ങനെ പലതരത്തിൽ. ഇതിന് അങ്ങനത്തെ പ്രയാസങ്ങളില്ല. ഇതിന് അങ്ങനത്തെ കുറച്ച് കൊല്ലം മുന്നേ വരെ ഇതൊക്കെ ഒരു ഈ MDMA ഇങ്ങനെയുള്ളതൊക്കെ നാട്ടിലെ പ്രമാണിമാർ, സെലിബ്രിറ്റീസ് മാത്രം
ഉപയോഗിച്ച് വന്ന ഒരു സാധനം. നമ്മളിത് എവിടെയാ കേട്ട് തുടങ്ങിയത്? ഇപ്പൊ അത് സാധാരണക്കാരെ കയ്യിൽ വരെ എത്തിയല്ലോ. ആദ്യം നമ്മൾ കേട്ട് തുടങ്ങിയത് സിനിമാക്കാർ ഇത് ഉപയോഗിക്കുന്നതാണ്. ഈ പറയുന്ന ന്യൂജൻ സിനിമാക്കാരുടെ കയ്യിലാണ് ഈ സംഗതി ഉള്ളത് എന്നുള്ള രീതിയിൽ അത് നമ്മളൊക്കെ ആദ്യം കേട്ടു തുടങ്ങി. ഞാനും കേട്ടിക്കണം. ഞാൻ അപ്പൊ വിചാരിച്ചു ഇത് സാധാരണക്കാർക്ക് അപ്രാപ്യമായ ഒരു കാര്യമാണ്, വലിയ പണച്ചെലവുള്ളതാണെന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ സാധാരണക്കാരെ കയ്യിൽ ഇതിന് ഗുളിക രൂപത്തിൽ, പൊടി രൂപത്തിൽ, സ്റ്റിക്കർ രൂപത്തിൽ അങ്ങനെ തുടങ്ങി പല തരത്തിലുള്ള വേരിയൻസിൽ ഇത് ലഭ്യമാണെന്നുള്ളതാണ്. അത് ഉപയോഗിച്ചാൽ അറിയില്ല, ഇങ്ങനൊരു സംഗതി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല, അത് മനസ്സിലാക്കാൻ മാർഗ്ഗമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നതിന് പോലും തടസ്സമില്ല. അമ്മയ്ക്ക് കണ്ടാൽ മനസ്സിലാവില്ല. നേരെ കുറച്ച് തലവേദനയാണ് വയ്യാന്ന് പറഞ്ഞ് റൂം അടച്ചിട്ട് കിടക്കുകയാണ്. പിന്നെ ആ രീതിയിലുള്ള പിന്നെ അന്വേഷണങ്ങൾ ഇപ്പം വീട്ടിലെന്തെങ്കിലും വേറൊരു ജോലി ചെയ്യിക്കാൻ അമ്മയ്ക്കും ചെയ്യിക്കാനില്ല, മകന് ചെയ്യാനുമില്ല. വീട്ടിലെന്തെങ്കിലും ജോലി ചെയ്യുക, അല്ലെ ഈ പറഞ്ഞ പോലെ നെല്ലൊക്കെ ഞാൻ പുഴുങ്ങി ഉണക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ കുത്തിക്കൊണ്ടുപോകും, അപ്പുറത്തുള്ള മില്ല് കൊണ്ടുവന്ന് മരങ്ങൾ പറയാനില്ല. ഈ സാധനങ്ങളെല്ലാം ഒന്നുകിൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഡോർ നോക്ക് ചെയ്തിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഹോം ഡെലിവറി സൗകര്യങ്ങൾ. ഞാനൊക്കെ സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ജോലിക്കാരൻ്റെ വീട്ടിലാരും ഞാൻ താമസിച്ചത്. അവരെ വീട്ടിലെ നിയമം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കൊല്ലനാണ് എൻ്റെ ജോലിക്കാരൻ്റെ ഫാദർ. അവരെ ആലയിൽ പണിയെടുക്കണം, എന്നാലേ എന്താവുള്ളൂ ഈ ബെല്ലം ചായ അല്ലേ, കട്ടന് ശർക്കര ഇട്ടിട്ടുള്ള ചായ കിട്ടുള്ളൂ. അത് പണിയെടുക്കണോ. അതാ കുട്ടികൾ റേഷൻ ഷോപ്പിൽ പോയി, അല്ലെങ്കിൽ റേഷൻ ഷോപ്പിൽ പോകുന്ന എത്ര കുട്ടികളെന്ന് എനിക്കറിയില്ല, പോയിട്ട് അവരുടെ ഒരു മാസത്തെ ഞാൻ പറഞ്ഞ റേഷൻ വാങ്ങുന്ന എല്ലാവരും വാങ്ങുന്നുണ്ടാവില്ല, പക്ഷെ റേഷൻ ഷോപ്പിൽ നിന്ന് ആളുകൾ വാങ്ങുന്നുണ്ട്. ആരാ വന്ന് വാങ്ങുന്നത്? ഈ പറയുന്ന മുതിർന്ന തലമുറയിൽപ്പെട്ട ആളുകൾ. ഞാനിപ്പോഴും റേഷൻ ഷോപ്പിൽ പോയല്ലേ. ഞാനും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനും എൻ്റെ വൈഫും കൂടിയാണ് പോയത്. അപ്പോൾ ഞാൻ അതിൽ ക്യൂ നിൽക്കുക റേഷൻ ഷോപ്പിൽ. അപ്പോൾ വൈഫിനോട് ചോദിച്ച് കുറവാകുമോ, ഇപ്പോൾ ആള് ഫേമസ് ആയതല്ലേ. ഞാൻ പറഞ്ഞു ഞമ്മക്കെന്ത്, ഇത് ഗവൺമെൻറ് ഞമ്മക്ക് തരുന്ന ഒരു ആനുകൂല്യമാണ്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തണമല്ലോ. അതെ, അവിടെ ഇന്നത്തെ പുതുതലമുറനോട് റേഷൻ കടയിലൊക്കെ പോകാൻ പറഞ്ഞാൽ പോണതൊക്കെ ഒരു ചെറുപ്പക്കാരനെ നമുക്ക് കാണാൻ കഴിയും. മനാമിന് ഓർമ്മയുണ്ടാവും, മാനാഞ്ചിറ, ഇന്ന് കാണുന്ന മാനാഞ്ചിറ സ്ക്വയറിൽ മുമ്പ് മാനാഞ്ചിറ മൈതാനമാണ്. ആ മൈതാനത്ത് ഓണം ബക്രീദ് ചന്ത, 100 കണക്കിന് ആളുകളാണ്. ഓപ്പൺ മാർക്കറ്റിൽ 1 കിലോ മുളകിന് അന്ന് 10-30 രൂപ ഉണ്ടെന്ന് വിചാരിക്കാം, എത്ര തുക, അതിലൊരു 10-20 രൂപയ്ക്ക് മുളക് കിട്ടും. ആ ഇതിന് വേണ്ടിയിട്ട് വെയിലും കൊണ്ട് മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് ഈ ഓണം ബക്രീദ് ചന്തകളിൽ വന്ന് സാധനം വാങ്ങിക്കൊണ്ടുവന്ന് ഒരുപാട് ആളുകൾ. ഇന്ന് ആ വരി കാണുന്നത് ബെവറേജസ് കോർപ്പറേഷൻ്റെ മുമ്പിൽ മാത്രമാണ്, അതിൻ്റെ ഔട്ട്ലെറ്റുകൾക്ക് മുമ്പിൽ മാത്രമാണ്. ഇന്നിപ്പോൾ അങ്ങനെയുള്ള ചന്തകളില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ സമ്പന്നതയിലേക്ക്, സൗകര്യത്തിലേക്ക് അങ്ങനെയുള്ള ഒരു പിന്നെ കുതിപ്പ് നമ്മൾ നടത്തുമ്പോൾ തന്നെ അതിനനുസരിച്ചുള്ള സാമൂഹ്യമായ ഒരു എന്താ പറയുക, ഒരു അവെയർനെസ്, അതുപോലെ തന്നെ സഹജീവി സ്നേഹം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ മാനുഷിക മൂല്യങ്ങൾ ഈ പറയുന്ന തൊട്ടടുത്തുള്ള ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകളെ പോലും പരസ്പരം അത്രയൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ലോകത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് എന്തും ഒരു ഞൊടിയിൽ കിട്ടുമെന്നുള്ളൊരു തോന്നലുണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന തരത്തിലുള്ള മറ്റൊരാളെക്കുറിച്ചുള്ള ഒരു കരുതലിനൊന്നും വലിയൊരു പ്രസക്തിയൊന്നും ഇല്ലാതെ വരികയാണ്. അപ്പോൾ ഈ തലമുറ ഇങ്ങനെ പോകുമ്പോൾ MDMA ഉപയോഗിക്കുന്നു, അതുപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു, അപകടം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കൊലപാതകം പോലുള്ള സംഭവം, അതാണല്ലോ ഇത് വലിയൊരു ചർച്ചയാക്കി മാറ്റുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കുക, ഒരു ബോട്ട് മറിഞ്ഞാൽ അപ്പോൾ ബോട്ടുകൾ മുഴുവൻ പിന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഒരു സമ്പ്രദായം. ഇപ്പോൾ പോലീസ് നാട് മുഴുവൻ ഓടുകയാണ് MDMA പിടിക്കാൻ. ഈ പറയുന്ന പിന്നെ ലഹരി കിട്ടുന്നുണ്ട്, ഇപ്പം പിടിക്കാൻ ഇറങ്ങിയപ്പോൾ സാധനം കിട്ടുന്നുണ്ട്. ഇതിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ടൂറിസ്റ്റ് ബസ്സിന് ഒരു അപകടം സംഭവിച്ചു, എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളെയും വെള്ളം തേപ്പിച്ച് വിട്ട സംവിധാനമാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിന് പകരം
കുട്ടികളെ കുറെ കൂടി വിദ്യാഭ്യാസത്തിൽ മാറിയ ഒരു കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള പഴയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാലം മാറുന്ന സമയത്ത് ഉദാഹരണത്തിന് ഇപ്പം ഞാൻ കുട്ടികളെ പഠിപ്പിച്ച ഒരു കാലമുണ്ടായിരുന്നു. ആ കുട്ടികൾ പഠിപ്പിക്കുന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട അന്ന് ഹയർ സെക്കൻഡറി ഡിഗ്രി തലത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ കുട്ടികളോട് പറയാനുള്ളത് മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ല എന്നാണ്. ക്യാമ്പസിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ല. പക്ഷെ നമ്മളെന്ത് നിർബന്ധിതമാക്കി 19-20 കാലഘട്ടത്തോടു കൂടി തന്നെ 20-ൻ്റെ തുടക്കത്തോടു കൂടി തന്നെ കോവിഡ് ഇവിടെ വന്നപ്പം ക്ലാസ് റൂമുകൾ അടച്ചിടപ്പെട്ടപ്പം കുട്ടികൾ നിർബന്ധമായും മൊബൈൽ ഫോണ്, അത് സ്മാർട്ട് ഫോണ് ഉപയോഗിക്കണം എന്നുള്ള നിലയിലേക്ക് മാറുകയാണ്. അതുവരെ പാലിച്ചു പോന്നിട്ടുള്ള ഒരു സ്കൂൾ അന്തരീക്ഷത്തിൻ്റെ അട്ടിമറി സംഭവിക്കുന്നു. സ്വാഭാവികമായിട്ടും മൊബൈൽ ഫോണ്, സ്മാർട്ട് ഫോണ് നിരവധി സാധ്യതകൾ ആളുകൾക്ക് മുമ്പിൽ തുറന്നു വരുന്നൊരു സാധനമാണ്. അതേ സമയത്ത് അതിനൊരു മറുപുറമുണ്ട്. ഒരിക്കലും ആ പ്രായത്തിൽപ്പെട്ട കുട്ടികൾക്ക് പാടില്ലാത്ത, അരുതാത്ത സംഗതികളും അവരോടൊപ്പം വരികയാണ്. ഇതെല്ലാം അവരുടെ മുമ്പിൽ വന്നിട്ട് നമ്മൾ അവരെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ വലിയ കാര്യമില്ല. അവർ ഈ അവസ്ഥയിൽ എത്തിപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എഡ്യൂക്കേഷന് ഒരു ജോലിക്ക് ഒരാളെ ഉണ്ടാക്കുക എന്നതിലപ്പുറമുള്ള വലിയ ലക്ഷ്യമൊക്കെ പറയുമെങ്കിലും പക്ഷെ ഫലത്തിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ കുട്ടികളെക്കുറിച്ച് പറഞ്ഞതുപോലെ എല്ലാം ഫീഡ് ചെയ്തുകൊണ്ട് അവരെ ഒരു പ്രോഡക്റ്റാക്കി വളർത്തിയെടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്ക് ചുറ്റുമുണ്ട്. കൂടുതൽ കാണുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് പുറത്തുള്ള വിദ്യാലയങ്ങളിലാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുറേ കൂടി ഈ പറയുന്ന ഒരു പരസ്പരമുള്ള അടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. മറ്റുള്ളിടത്ത് ഈ പ്രോഡക്റ്റിനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങളെ നേരിടുന്നതിനും ഈ പറഞ്ഞ പോലെ ഒരു ആക്സിഡൻ്റ് ആകുമ്പോൾ വണ്ടിക്ക് വെള്ളയടിക്കുന്ന സമീപനം പോരാ. എന്താണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക്, പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് സംഭവിക്കുന്നത്, അവരേതെല്ലാം തലങ്ങളിലൂടെ പോകുന്നു, അവരുടെ തലച്ചോറിലേക്ക് എന്തെല്ലാം കയറി വരുന്നു, അത് അവരുടെ സ്വഭാവത്തെ ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കും എന്നുള്ള തരത്തിലൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന പഠനങ്ങൾ നിർബന്ധമായും പുതിയ സമൂഹത്തിൽ ഉണ്ടാകണം. മൊത്തത്തിലൊരു വയലൻസ് ആറ്റിറ്റ്യൂഡാണ് എല്ലാവർക്കും. ഞാനിപ്പോൾ കുറേ വീഡിയോസ് എനിക്ക് കുറേ ആൾക്കാർ അയച്ചു തന്നിരുന്നു. അതായത് ഈ MDMA ഒക്കെ പിടിച്ച പിള്ളേരെ പോലീസ് തൊട്ടടുത്തുണ്ട്, നാട്ടുകാർ പിടിച്ചു കൊടുത്തതാണ്. ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, വളരെ മോശം തെറികളോട് കൂടിയിട്ടാണ് പോലീസുകാരെ വരെ കയ്യേറ്റം ചെയ്യുന്ന വീഡിയോസ്. ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഇറങ്ങി വരും, എന്നെ വേഗം കൊണ്ടുപോവാം. ചില ആളുകൾ പറയുന്നത് വേഗം മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാം, വേഗം പോയാൽ വേഗം അപ്പം തന്നെ ജാമ്യം കിട്ടും എന്നുള്ളതൊക്കെ. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വിദ്യാർത്ഥി മരണപ്പെട്ട സംഭവത്തിൽ പോലും അതിൻ്റെ ചാറ്റ് പുറത്തു വന്നപ്പോൾ ആ കുട്ടികൾ മനസ്സിലാക്കി വെച്ച് കണ്ടോ, അതെ, നിയമകൂട്ടം നടന്നാൽ പ്രശ്നമില്ല, ആരാ എന്താണെന്നൊന്നും ഇല്ല, രക്ഷപ്പെടുമെന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് ആ കുട്ടികൾ. പിന്നെ മൊത്തത്തിലൊരു യുവാക്കളുടെ എന്താ പറയുക, ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇന്നലെ രാത്രി എനിക്ക് ഉറക്കം കിട്ടില്ല. അപ്പം ഞാൻ ഫാമിലിനോട് ചോദിച്ച് നമുക്ക് ഒരു നൈറ്റ് റൈഡ് പോയാലോ. അപ്പോൾ അവർക്ക് താല്പര്യമില്ല. രാത്രി 1 മണി ടൈമായി ഉണ്ടാവും. 1 മണിക്ക് ശേഷം ഞാൻ സ്കൂട്ടർ എടുത്തിട്ട് കോഴിക്കോട് ബീച്ചിലേക്ക് പോയി. ബീച്ചിൽ പോയപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ബീച്ചിലൊരു എന്തോ സർബത്ത്, അതിൻ്റെ പേര് കിങ് ഓഫ് മനാഫ് എന്നാണ്. അതേമാതിരി അവിടെ വേറെ കുറേ പേരിൽ സർബത്തുകൾ ഇറങ്ങിക്കുന്നു. അതിൽ ഒന്നിൻ്റെ പേര് മൊണാലിസ, നമ്മളെ പിന്നെ ഒന്നിൻ്റെ പേര് ആത്മാവ്, അങ്ങനെ പല ടൈപ്പ്. അപ്പം ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നമ്മളെ പേരുള്ള വെള്ളം തന്നെ ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ച് പോയി ആ ഷോപ്പ് പൂട്ടിക്കണം. അതിൻ്റെ അടുത്ത് കുറേ യുവാക്കളും യുവതികളും നിൽക്കുക. ഞാൻ ആ ഷോപ്പ് പൂട്ടിയെന്ന് കണ്ടപ്പോൾ ഞാൻ സ്കൂട്ടർ തിരിച്ചപ്പോൾ ആ യുവാക്കളുടെ ഇടയിൽ യുവതികളുണ്ട്. കോളേജ് ഏതോ ഹോസ്റ്റലിലോ ഏതോ കുട്ടികളാണ്. 2 മണി എന്താ മാഷെ പിണങ്ങി പോവുകയാണോ? ഞാൻ ഹെൽമെറ്റ് ഇട്ട്, ഞാൻ ആരാന്നുള്ളതൊന്നും അറിയില്ല. സ്കൂട്ടർ ഞാൻ അവിടെ നിന്ന് നോക്കി അങ്ങനെ തിരിയാ, എന്താ പിണങ്ങി പോവാണോ മാഷേ? പോയല്ലേ. അതായത് ആ കമൻ്റാ. അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ എന്താവും, ആഹാ
പിന്നെ ഞാൻ മനസ്സിലാക്കി അങ്ങനെ വെച്ച് അതില്ലല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക് എന്തൊക്കെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക, ഒരു ആ ടൈപ്പ് ആറ്റിറ്റ്യൂഡാണ്. അല്ല, അസമയം നമ്മൾ പറഞ്ഞു വന്ന സമയം കാലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അസമയം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന് അസമയം എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. ഏത് സമയവും സമയമാണ്, അസമയമല്ല. അപ്പോൾ അസമയമാണെന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ അതിന് പറഞ്ഞിട്ട് തന്തവൈബായിട്ട് പറയും. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട് കാലം. ആ കാലത്തിനനുസരിച്ച് എങ്ങനെ ഇപ്പം കുടുംബം എന്ന് പറയുന്ന കൺസെപ്റ്റ് പോലും, അതുപോലെ അധ്യാപകൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് പോലും, അതിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു പോയിരിക്കുന്നു, വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കണ്ടിട്ടാണല്ലോ പുതിയ തലമുറ വളരുന്നത്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അവന് കൊടുക്കേണ്ട എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് കുറേം കൂടി ഗവേഷണം നടത്തി അന്വേഷണം നടത്തി മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്കിതിൽ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയാൻ. ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടി പറയുകയാണ്. അധ്യാപകർക്ക് വടി കൊടുക്കുന്നതിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? ഒറ്റ ചോദ്യത്തിൽ ഉത്തരം പറയാം. അല്ല, അധ്യാപകർ കഴിഞ്ഞ ഒരു ടീച്ചറുടെ, റിട്ടയർഡ് ടീച്ചറുടെ ഒരു വലിയ വയറായിരുന്നു. ഒരു തരത്തിൽ അങ്ങനെ പറയുന്ന സമയത്ത് നമ്മളൊക്കെ വടി കൊടുത്താൽ ഇത് മാറും എന്ന് വിചാരിക്കും. എനിക്കൊക്കെ കിട്ടിയ അടയാളം ഇപ്പോഴും ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അന്ന് മനാഫ് അഭിമുഖീകരിച്ച, മനാഫിലേക്ക് വന്ന, മനാഫ് കണ്ട ഒരു ലോകമല്ലിന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അന്ന് ഒരു വടി കൊണ്ട് നിങ്ങളെ മെരുക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ മെരുക്കാണ് വടി കൊണ്ട് ചെയ്യുന്നത്. ഇന്ന് ആ തരത്തിലുള്ള ഒരു സാധ്യതയിലൂടെയല്ല വിദ്യാർത്ഥി കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ വടി കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന എല്ലാ സംഗതികളും ചെയ്തു കൊടുക്കുകയും എല്ലാ ദ്വാരങ്ങളിലൂടെയും നമ്മൾ ഫീഡ് ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞ കുട്ടിയെ നിങ്ങൾ ഈ പറയുന്ന വടി കൊണ്ട് അതിനെ നിയന്ത്രിക്കാമെന്ന് വിചാരിക്കുന്നത് അബദ്ധമാണ്. വടി കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് അധ്യാപകർക്ക് വടി കൊടുത്തോണ്ട് മാത്രം ആനക്ക് ചങ്ങല ചെറിയ അതേമാതിരി തന്നെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആനയല്ലല്ലോ. അധ്യാപകരെ ഇപ്പം കാണുമ്പോഴും പേടിയാ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, അന്നത്തെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് അത് ശരിയായിരിക്കും, അത് ശരിയാണെന്ന് തോന്നുന്നു. തല്ലിയ അധ്യാപകനോടായിരിക്കും നമുക്ക് കൂടുതൽ പിന്നീട് ഇഷ്ടം വരിക. നമുക്ക് ഓർമ്മ ഉണ്ടാവുകയും ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മളെ ഏറ്റവും കൂടുതൽ തല്ലിയ അധ്യാപകനായിരിക്കും. അതൊരു കാലമാണെന്നുള്ളത് കണക്കാക്കണം. പിന്നീട് ആ തല്ലി വളർത്തുക, തല്ലി പഠിപ്പിക്കുക, പഠനത്തിൻ്റെ രീതി തന്നെ മാറിയിരിക്കുന്നു. നമ്മൾ പഠിച്ചിരുന്നത് കാണാതെ പഠിക്കുകയും ആ പഠിച്ചത് പുസ്തകത്തിലേക്ക്, പേപ്പറിലേക്ക്, ഉത്തരക്കടലാസിലേക്ക് പകർത്തുകയും ചെയ്യുന്ന ആ ഓർമ്മശക്തി പരീക്ഷിക്കുന്ന കഴിവ് മാത്രമാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ആ മേഖലയിൽ നിരവധിയായ ഗവേഷണങ്ങൾ നടന്ന് ഓർമ്മിച്ച് അതുകൊണ്ടൊന്ന് എഴുതുന്ന ഒരു രീതിയിലപ്പുറം ആ കാര്യത്തെക്കുറിച്ച് അവൻ ഏതൊക്കെ തലത്തിൽ അറിവുണ്ട് എന്ന് പരീക്ഷിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അടിയൊരു പരിഹാരം. ഇനി അടുത്ത ചോദ്യമുള്ളത്, നാട്ടിൽ സദാചാര പോലീസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പേരിട്ട് വിളിക്കും. ഞാൻ ഒരു ഉദാഹരണം, നാട്ടിൽ ഒരു കുട്ടിയോട് ഒരു ചോദ്യം ചോദിക്കുന്നു, നമുക്ക് എങ്ങനെ അടി കിട്ടിയത് ക്ലാസ്സിൽ? ഏതെങ്കിലും ഒരു കവിതയുടെ ഭാഗം പഠിച്ചു വരാൻ പറയും, അല്ലെങ്കിൽ ഏതോ ഒരു കണക്ക് ചെയ്ത് പഠിച്ചു വരാൻ പറയും. നമ്മളത് തെറ്റിപ്പോകും. ഒരു കവിതയുടെ 2 വരി ചൊല്ലുമ്പോൾ 3ാമത്തെ വരിയിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പോകും, ഓർമ്മ വരുന്നില്ല. അപ്പോൾ നമുക്ക് അടി കിട്ടും. ഇന്ന് പലപ്പോഴും ചെയ്യുന്നത്, ഒരാൾക്കൊരു അവസരം കൊടുത്തു, ആ അവസരത്തിൽ അയാൾ ഫെയിൽ ചെയ്ത് വീണ്ടും അയാൾക്ക് അവസരം കൊടുക്കുന്നത്, അതാണ് അയാൾക്കുള്ള ശിക്ഷ. അടുത്ത സംഭവം ചോദിച്ചു നോക്കുമ്പോൾ അത് അയാൾ പറയാൻ കഴിയാന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് അയാളെ തല്ലി ഭയപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുന്ന ഓർമ്മശക്തി പരീക്ഷിക്കുന്ന പഠന രീതി മാത്രമല്ല ഇപ്പോൾ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ തല്ലി ഒതുക്കിയിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമുക്ക് ക്ലാസ് മുറികൾ ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയില്ല. ഇനി രണ്ടാമത്തെ കാര്യം, സദാചാര പോലീസ് എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളുകൾ, അതായത് ഒരു നാട്ടുപുറത്തൊരു വിഷയം ഉണ്ടായാൽ, പണ്ട് കാലത്തൊക്കെ നമ്മൾ കാണാറുണ്ട്, ഒരു ആണായാലും പെണ്ണായാലും ചെറിയ കുട്ടികൾ നേരം വൈകിട്ട് വീട്ടിലേക്ക് പോകുന്ന ഒരു സമയം ഉണ്ടായാൽ വീടെത്തുന്ന വരെ പല ആളുകളെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തുകൊണ്ട് വേണം ആ കുട്ടിക്ക് വീട്ടിലെത്താൻ. ഒരു പേടി ഉണ്ടാവുകയും, അതായത് ആ കുട്ടീനെ കാണാൻ പറ്റാത്ത സ്ഥലത്ത് വെച്ചിട്ട് ആ നാട്ടിലുള്ള ആര് കണ്ടാലും വന്ന് ചോദിക്കുകയും എന്താ ഇവിടെ നിൽക്കണമെന്ന്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഇപ്പം ഇല്ലാതായിപ്പോയി. അതായത് ഇവർ നാട്ടിൽ
നാട്ടിലില്ലാത്ത ആളുകൾ, കുറച്ച് ആളുകൾ അവിടെ വന്ന് ഉണ്ടെങ്കിൽ അവിടെ തിരിഞ്ഞു കളിക്കുന്നത് കണ്ടാൽ ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതെ അതെ. ഇങ്ങനെ പല ടൈപ്പിലുള്ള നാട്ടിലെ സദാചാര പോലീസ് എന്ന് പറയുന്ന വിഭാഗം സത്യത്തില് മനാഫ് ഇതെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാല് ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. അതെ. അന്നും നഗരത്തിൽ വരുന്ന ഒരാളോട് നീ എവിടുന്നാ വരുന്നത്, നീ എങ്ങോട്ടാ പോകണം ചോദിച്ചില്ല. എന്റെ നാട്ടിൽ ഞാൻ ചെറുപ്പത്തില് കോഴിക്കോട് നിന്ന് ആകെ 5 കിലോമീറ്റർ ഉള്ളെങ്കിലും കോഴിക്കോട് നിന്ന് എന്റെ നാട്ടുകാർ കാണുമ്പോൾ ചോദിക്കാറുണ്ട്. ആണെങ്കിലും അത് ഒരു ഗ്രാമീണത ബാക്കിയുള്ളത് കൊണ്ടാണ്. കാരണം അത്ര അടുപ്പമുള്ള ആളുകളാണ് ഇന്ന് ആളുകൾ പരസ്പരം ബന്ധമില്ല, ആളുകൾക്ക് പരസ്പരം അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ 10-14 കിലോമീറ്റർ അവർ സംഘമായി സഞ്ചരിച്ച് വരിക സ്കൂളിലേക്ക്. അപ്പോൾ അതിലൊക്കെ ഉണ്ടാകുന്ന അടുപ്പം, അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ബന്ധങ്ങൾ അതൊന്നും ഇന്നില്ല. അവൻ്റെ ഉമ്മറത്ത് നിന്ന് കുട്ടി സ്കൂളിലേക്കായിരുന്നു, സ്കൂളിൽ പോയി ഇറങ്ങുന്നു, ക്ലാസ്സിൽ പോയിരിക്കുന്നു. അപൂർവം എന്തെങ്കിലും ലെഷർ ടൈം ഉണ്ടെങ്കിൽ മാത്രം അവർ പരസ്പരം സംസാരിക്കുന്നു. അവൻ്റെ ക്ലാസ് ടൈം കഴിയുമ്പോഴേക്കും ബസ് പഠിക്കൽ റെഡിയാണ്, അവിടെ നിന്ന് കയറി വീട്ടുപടിക്കൽ വന്നിറങ്ങുന്നു. അപ്പോൾ ഈ പറയുന്ന ഷെയറിങ്ങിനോ പരസ്പര ബന്ധങ്ങൾക്കോ ഒന്നും എന്താ പറയുക അവസരം ലഭിക്കുന്നില്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പിന്നെ അവൻ ഇടപെടുന്നത് എവിടെയാണ്? ഇന്ന് പല കുട്ടികളും ഈ പറയുന്ന യഥാർത്ഥ കളി കളിക്കുന്നതിന് പകരം വെർച്വൽ ഗെയിംസ് കളിക്കുകയാണ്. വെർച്വൽ ഗെയിംസ് കളിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന, അപ്പോൾ അവൻ തൊട്ടടുത്തുള്ളവനുമായിട്ടുള്ള കളിക്കുന്നത്, അവൻ ഒരു പക്ഷേ മറ്റൊരു ഭാഷക്കാരനുമായിട്ട് മറ്റൊരു ദേശക്കാരനുമായിട്ട് പോലും ചേർന്ന് കളിക്കാവുന്ന PUBG പോലുള്ള ഗെയിമുകൾ. അപ്പോൾ നമ്മൾ അതിന് മറ്റൊരു തലമുണ്ട്. ഇപ്പം എന്താ പറയുക, മറ്റു ഭാഷ സംസാരിക്കാനും അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ല് ഡെവലപ്പ് ആവുമല്ലോ എന്നൊക്കെ